നമസ്കാരം. ദശാബ്ദങ്ങൾക്കിടയിലെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റ് കരതൊട്ടതിന് പിന്നാലെ അമേരിക്കയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖല ഇപ്പോൾ പേമാരിയിൽ മുങ്ങിയിരിക്കുകയാണ്. ബോംബ് ചുഴലിക്കാറ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു ചുഴലിക്കാറ്റ് പലയിടങ്ങളിലും വലിയ നാശനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. മരങ്ങൾ കടപുഴകി വീണ് വിവിധ മേഖലകളിൽ ഇപ്പോൾ വൈദ്യുതി ബന്ധം താറുമാറായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാലാവസ്ഥാ വകുപ്പ് ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ മേഖലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. പസഫിക് സമുദ്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ വലിയ രീതിയിലാണ് മേഘങ്ങൾ എത്തിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ സ്വഭാവം മാറുന്ന ചുഴലിക്കാറ്റുകളുടെ ഗണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ചുഴലിക്കാറ്റാണിത്. ആകാശത്ത് നിന്ന് നദീജലം പ്രവഹിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ജലം ഭൂമിയിലേക്ക് പതിക്കുന്നതെന്ന മുന്നറിയിപ്പുകളും ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. മിന്നൽ പ്രളയത്തിനുള്ള മുന്നറിയിപ്പും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ചുഴലിക്കാറ്റ് വീശുന്നത് മണിക്കൂറിൽ 121 കിലോമീറ്റർ വേഗതയിലാണ്. ഒറിഗോൺ സിറ്റിയിൽ തീരദേശ മേഖലകളിൽ വലിയ രീതിയിൽ തിരമാലകൾ ഉയരുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 20 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് ഈ ഒരു ചുഴലിക്കാറ്റെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. വാഷിംഗ്ടണിന്റെ പടിഞ്ഞാറൻ മേഖല മുതൽ ഒറിഗോൺ മേഖല വരെ ശക്തമായ മഞ്ഞുവീഴ്ചയും തുടങ്ങിയിട്ടുണ്ട്. 94,000-ഓളം ആളുകളാണ് പടിഞ്ഞാറൻ വാഷിംഗ്ടണിൽ തന്നെ വൈദ്യുതി ബന്ധമില്ലാതെ ഇപ്പോൾ ജീവിച്ചു വരുന്നത്. ഒറിഗോണിൽ ഇത് 12,000-ഓളമാണ്. മഴ ലഭിക്കാത്ത മേഖലകളിൽ മഞ്ഞുവീഴ്ച ശക്തമാകാനും ചുഴലിക്കാറ്റ് കാരണമാകുമെന്ന് അധികൃതർ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. വലിയ രീതിയിൽ മഴ കൊണ്ടുവരുന്ന ഗണത്തിലുള്ള ചുഴലിക്കാറ്റാണ് ബോംബ് ചുഴലിക്കാറ്റ്. ബോംബ് ചുഴലിക്കാറ്റിനെ തുടർന്ന് ജനങ്ങളാകെ ആശങ്കയിലാണ്. കൂടുതൽ അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക. താങ്ക്